തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഇതാ ഇ ഡി കൈക്കൂലി കേസിൽ നാണം കെട്ടു നിൽക്കുന്നു. ഈ കൊട്ടാരക്കരയിലെ വ്യാപാരിയിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവം അത് ഒറ്റപ്പെട്ടതല്ല. ഇതിനു മുൻപ് പല കേസുകളിലും ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ രഹസ്യ കൈക്കൂലി ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന നിഗമനത്തിലേക്കാണ് വിജിലൻസ് എത്തി നിൽക്കുന്നത്. മനു, ഗുഡ് മോർണിംഗ്. ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട്, അതായത് വിജിലൻസിന് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു ഇത്തരത്തിൽ പല രീതിയിൽ ഏജന്റുമാർ മുഖേന പലരെയും സ്വാധീനിച്ച് കൈക്കൂലി വാങ്ങുന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ വ്യക്തമായൊരു പരാതിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഇടപെടലിനെയും തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇ ഡി ഈ ശേഖർ കുമാറിൻ്റെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് പ്രധാന പ്രതി. ഈ ശേഖർ കുമാറിൻ്റെ അടുത്ത ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത്. കൊച്ചി സ്വദേശിയായ വിൽസണും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ സ്വദേശിയായ മുകേഷ് കുമാർ, ഇവർ രണ്ടുപേരുമാണ് പിടിയിലായത്. ഈ പ്രതികളെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നാലാം പ്രതിയായി നേരത്തെ സൂചിപ്പിച്ച രഞ്ജിത്തുണ്ട്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിൻ്റെ ഓഫീസിൽ ഇന്നലെ നടത്തിയ റെയ്ഡിൽ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം നടത്തിയ തെളിവെടുപ്പിൽ നിർണായക രേഖകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അതായത് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥരുമായുള്ള ഇടപാടുകളും അത്തരം വിവരങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക ഇടപാടുകളുടെ ഉൾപ്പെടെ രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്തായാലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വൈകാതെ തന്നെ നമുക്കത് ലഭ്യമാകും. വളരെ വിശദമായി തന്നെ അല്ലെങ്കിൽ കൃത്യമായി നോക്കിയിരുന്നാണ് വിജിലൻസ് ഇവരെ പിടികൂടുന്നത്. കൊല്ലം സ്വദേശിയായ വ്യവസായി നൽകിയ പരാതിയിൽ, കശുവണ്ടി വ്യവസായി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പിടിയിലായതെങ്കിൽ കൂടി ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ആദ്യത്തെ കേസാണ്. ഇതിൽ നിന്ന് കൂടുതൽ കേസുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ പോകും. ഇത്തരത്തിലുള്ള കൂടുതൽ ഇടപെടലുകൾ ഏജന്റുമാരെ നമുക്ക് അറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ പിടിയിലായിരിക്കുന്നതൊക്കെ ഇടനിലക്കാരായ ആളുകളാണ്. ഈ ശേഖർ കുമാറിന് വേണ്ടി പണം ആവശ്യപ്പെട്ട് വന്ന ഇടനിലക്കാരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നമുക്കറിയാനുള്ള കാര്യം, ശേഖർ കുമാറിന്റെ പങ്കുകൾ ഏകദേശം വ്യക്തമായ സ്ഥിതിക്ക് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിജിലൻസിന്റെ വിലയിരുത്തൽ എന്താണ്? കാരണം ഇ ഡിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? മനു, ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യുക എന്നത് നടപടിക്രമത്തിൻ്റെ ഭാഗമായ ആവശ്യമാണ്. പക്ഷേ ഇയാൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. വിജിലൻസിന് ഒറ്റയടിക്ക് പോയി അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരല്പം താമസം വരുന്നതിനുള്ള കാരണം. പക്ഷേ അതോടൊപ്പം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപായി തന്നെ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കസ്റ്റഡിയിലുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരെ ഇന്നു മുതൽ വിശദമായുള്ള ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ 10 മണി മുതൽ വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യൽ തുടങ്ങുമെന്നാണ് അറിയുന്നത്. കാരണം ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. പക്ഷേ വിശദമായി ഇവരുമായുള്ള ഇടപാട് ഇന്നലെ ലഭിച്ച ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസിൽ ലഭിച്ച രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതെല്ലാം രീതിയിൽ, അതായത് ഈ ശേഖർ കുമാറിന് മാത്രമല്ല മറ്റ് ചില ഇ ഡി ഉദ്യോഗസ്ഥർക്കും ഇത്തരം ഇടപാടുകളിൽ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഇടപാടുകളുണ്ട്, ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരാതികളും ഉണ്ട്. പക്ഷേ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതികളാക്കപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ ഇവർ ഏജന്റുമാർ മുഖേന കൈക്കൂലി ആവശ്യപ്പെട്ടു. കേസിൽ നിന്ന് ഒഴിവാക്കാം എന്ന് അറിയിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടു. അന്ന് 2 കോടി ആവശ്യപ്പെട്ടപ്പോൾ 2 കോടി നൽകാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഒഴിവാകുകയും ചെയ്തു. പക്ഷേ കൈക്കൂലി ഏജന്റുമാർ മുഖേന ആവശ്യപ്പെട്ട വിവരം അന്ന് അവർ വിജിലൻസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റ് ചില, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മറ്റൊരു വിഷയം കൂടിയുണ്ട്. സമാനമായി തന്നെ കൊല്ലത്ത് മോഡേൺ ഗ്രൂപ്പ് ചെയർമാനിൽ നിന്നും കൈക്കൂലി വാങ്ങിയ വിഷയം, അതായത് ഈ വിദേശത്ത് നിന്ന് പണം കൈകാര്യം ചെയ്തത് ഉൾപ്പെടെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊടുക്കാനായി പല കേസുകളെടുത്തു. പലതവണ അദ്ദേഹത്തെ കൊച്ചിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അദ്ദേഹത്തെയും ഭാര്യയും വിളിച്ചു വരുത്തി അദ്ദേഹത്തെ വിവസ്ത്രനാക്കി ചോദ്യം ചെയ്യുകയുണ്ടായി. അത്തരത്തിലുള്ള പല രീതിയിലുള്ള ഹരാസ്മെൻറ്റും ഇവർ നടത്തിയിരുന്നു. ഇതിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി ഒരു പക്ഷേ പണം നൽകുമെന്നൊരു തീരുമാനത്തിലായിരുന്നു. കോടികൾ ആവശ്യപ്പെട്ടു, 1 കോടി രൂപയോ മറ്റോ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചു. പിന്നീട് ഏജന്റുമാർ മുഖേന അത് പകുതിയാക്കി കുറച്ചു, ലക്ഷങ്ങളാക്കി. അവസാനം 25,000 രൂപ വരെ കൈക്കൂലി നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അത്തരം രീതിയിൽ വരെ ഇടപെട്ട് മധ്യസ്ഥന്മാരെ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഇടപെടലുകളുണ്ടായി. അതിൽ കൊല്ലത്തുള്ള ആളുണ്ട്, ഈ ഇടനിലക്കാരായി വന്നതിൽ തിരുവനന്തപുരം സ്വദേശിയുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തും ഇവർക്ക് ഏജന്റുമാരുണ്ട്. ഈ ഇ ഡിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഏജന്റുമാരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് പോവുകയാണ്. കാരണം ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് ഇടപെടുന്നില്ല. കേസിലേക്ക് നേരത്തെ നമുക്ക് ഈ കൊച്ചിയിലെ കേസിലേക്ക് തന്നെ നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാകാവുന്ന ഒരു കാര്യമുണ്ട്. വിജിലൻസിൽ ഈ പരാതി നൽകുന്നതിലേക്ക് എത്തുന്നതിന് മുൻപ്
കൊല്ലത്തെ വ്യവസായിയെ ഇവർ സമീപിക്കുന്നത്, ഈ ഏജൻറ്റ് സമീപിക്കുന്നത് ഇത്തരത്തിൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. കാരണം പഴയ കേസാണ്, 8 വർഷം മുമ്പുള്ള കേസ്. അതിലാവശ്യമായ രേഖകളൊക്കെ ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ ആ കേസ് ഒത്തുതീർപ്പാക്കാൻ സാധിക്കും. അവർക്ക് 2 കോടി രൂപ കൈക്കൂലി നൽകിയാൽ മതി എന്ന് പറയുകയായിരുന്നു. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പൈസ നൽകാൻ കഴിയില്ല, അതിന് തെളിവുകൾ ശേഖരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ഇദ്ദേഹം വളരെ വേഗം തന്നെ വിജിലൻസിനെ വിവരം അറിയിക്കുകയും. തിയോഫിൻ, അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതുകൂടി ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടല്ലോ, ഈ കേസിലെ 4ാം പ്രതി, അയാൾക്ക് കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്, കോൺഗ്രസിന്റെ ഒരു എംപിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇതിലേ പോയാലും അതിലൊരു കോൺഗ്രസ് ബന്ധം എത്തി നിൽക്കുന്ന സാഹചര്യമാണല്ലോ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മനു, അതൊരു വലിയ വിഷയമാണ്. അതായത് വലിയ ആരോപണങ്ങളൊക്കെ മറ്റുള്ളവർക്കെതിരെ ഉന്നയിക്കുമ്പോഴും കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. പലപ്പോഴും പിടിയിലാകുന്ന പ്രത്യേകിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന പല ആളുകളുടെയും ഈ കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നുണ്ട്. അത് പലരും പറയാറില്ല, നമുക്കത് പറയേണ്ടി വരുന്നു എന്നത് അതിൻ്റെ ആരും പറയാത്തത് കൊണ്ടാണ് നമുക്ക് തുറന്ന് പറയേണ്ടി വരുന്നതും. എന്തായാലും അത്തരത്തിലുള്ള പല ബന്ധങ്ങളുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഹൈബി ഈഡൻ്റെ ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ആ ട്രസ്റ്റിൻ്റെ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ ഒരു മാനേജിംഗ് ട്രസ്റ്റി കൂടിയാണ്, സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റി കൂടിയാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് രഞ്ജിത്ത്. പക്ഷേ രഞ്ജിത്തിനെ കുറിച്ച് മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ രഞ്ജിത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ പല പ്രമുഖരായ വ്യവസായികളുടെയൊക്കെ ഈ അക്കൗണ്ടുകൾ ഇയാൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇയാൾ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടുകളിൽ നിന്നും ഇയാൾ ആവശ്യമായ വിവരങ്ങൾ, ആരെയെല്ലാം കൊടുക്കാൻ കഴിയുമെന്ന വിവരങ്ങൾ ഇയാൾ ഇ ഡിക്ക് നൽകുന്നുണ്ടെന്നാണ്, ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ടെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമൻസ് അയക്കുന്നു, വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യുന്നു. ഹറാസ്മെൻറ്റ് ഒഴിവാക്കാനായി കൈക്കൂലി നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് അടുത്ത ഘട്ടമായി ഏജന്റുമാരെ വിട്ട് ഒത്തുതീർപ്പിലേക്ക് നയിക്കുന്നു. പണം കൊടുത്തവരുണ്ടാകാം, രാജ്യത്തുടനീളം ആവർത്തിക്കുന്ന സംഗതിയാണെന്നാണ് ഇപ്പോൾ വിജിലൻസ് മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്. ഏതായാലും കേരളത്തിലാണ് ഇവർ ആദ്യമായിട്ട് കുടുങ്ങുന്നത്. ഇവർ പെട്ടുപോകുന്നത് കേരളത്തിൽ വന്നപ്പോഴാണ്. മറ്റിടങ്ങളിലും ഇവർ ഈ ഉടായ്പ പരിപാടികൾ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടുപോയത് ഇവിടെ വിജിലൻസിന്റെ മുൻപിലാണ്. ഏതായാലും ഇ ഡി കേരളത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ഓർക്കുക, രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യത കുറഞ്ഞ അന്വേഷണ ഏജൻസി എന്ന പട്ടം ഇ ഡിക്ക് ചാർത്തി കിട്ടിയിട്ട് കുറേ നാളായി. കാരണം ഇത് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയാണ് എന്ന രീതിയിലുള്ള ഒരു പേര് ഇ ഡിക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. അവരുടെ കൺവിക്ഷൻ റേറ്റ് നമുക്കെടുക്കാം. അതായത് ഒരു കേസ് അവർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ വിചാരണ നടപടികൾ കഴിയുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 0.13% മാത്രമാണ്. അതാണ് അവരുടെ വിശ്വാസ്യത എന്ന് പറയുന്നത്. അതായത് 100 പേർക്കെതിരെ കേസെടുത്ത് അതിൻ്റെ വിചാരണ നടപടികൾ നടത്തിക്കഴിഞ്ഞ് ശിക്ഷിക്കപ്പെടുന്നത് 1-ൽ താഴെ ആളുകൾ മാത്രമാണ്, 0.13%. അത്രമാത്രം വിശ്വാസ്യത കുറഞ്ഞ ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുന്നു എന്നത് നമുക്കറിയാവുന്നതാണ്. അതിന് പുറമെയാണ് ആ ഉദ്യോഗസ്ഥരൊക്കെ, അതിലുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ കൈക്കൂലി കേസിൽ 1-ാം പ്രതിയായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ അവസ്ഥ.